ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫോർ സീനൂസ് പത്മിനി വ്ളോഗ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂരിൽ ഫ്ലവർ ഷോ നടന്നിരുന്നു. ഞാൻ ഇന്ന് അവിടെ പോയിരുന്നു. അവിടെ കണ്ട കുറേ ചെടികളാണ്. ഇരവിടിയൻ ചെടി എന്നിട്ടൊരു ചെടി ഉണ്ടായിരുന്നു. തൂക്കിയിടുമ്പോൾ ഇങ്ങനെ കൊല കൊല പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആ ചെടി കണ്ടോ? അത് കാണാൻ നല്ല രസം കാണാൻ. പിന്നെ കുറേ ചെടികൾ, നല്ല തിരക്കായിരുന്നു. ഫ്ലവറൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് വ്യൂ അതിമനോഹരമായിരുന്നു. പലതരം ഇല കളറായി വരുന്ന ചെടികളുണ്ടായിരുന്നു. ഇതുണ്ടോ, മഞ്ഞ ഇലകൾ കളർ വരുന്നത് ജനുവരി ഫ്ലവേഴ്സ്. അതുപോലെ ജാമന്തീൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. മഞ്ഞ, റോസ്, വൈറ്റ്, നല്ല നല്ല അടിപൊളി മനോഹരമായ ഒരു പൂന്തോട്ടം ഫ്രണ്ടിൽ അവിടെ സെറ്റാക്കി ഉണ്ടായിരുന്നു. രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരാൾക്ക് ഷോക്ക് കയറാൻ 60 രൂപയാണ് ഫീസ്. ഇത് മറ്റേ സൂര്യകാന്തി പൂ എന്ന് പറഞ്ഞ ചെടിയാണ്. എന്തു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദനപ്പൂം പുടവ ചാർത്തിയ രാത്രി, പഞ്ചബാണ ദൂതിയായി തരികിലെത്തി ചഞ്ചലി തോട്ടുണത്തി. ആരൊക്കെയാണ് കണ്ണൂരിൽ ഇന്ന് ഫ്ലവർ ഷോക്ക് വന്നിട്ടുള്ളവർ? എല്ലാവരും ജസ്റ്റ് ഒരു ലൈക്ക് ഇടുക, കമൻ്റ് ഇടുക. പിന്നെ എൻ്റെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് കണ്ടോ, ഒരു ഇലേൻ്റെ വേലിച്ചെടി പോലെ അങ്ങനെ അക്ഷരങ്ങളാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ അതിമനോഹരമായിരുന്നു. കുറേ ആൾക്കാർ അവിടെ നിന്നിട്ട് ഇങ്ങനെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബഹുത്ത് പ്യാർ കർത്തേ തുംകോ സനം, ബഹുത്ത് പ്യാർ കർത്തേ തുംകോ സനം, കസം ചായ ലേ ലോ, കസം ചായ ലേ ലോ, खुदाई कसम बहुत प्यार करती तुमको सनम. ഇതൊക്കെ പുളിനാരങ്ങേൻ്റെ ഇത് കണ്ടാവും. ചെടി നിറച്ച് പുളിനാരങ്ങ. പിന്നെ ചക്കയുണ്ട്, എല്ലാ വിയറ്റ്നാം ചക്ക, ഓറഞ്ച് ചുളയുണ്ടായിരുന്നേ. ഇതൊക്കെ ബോഗൺവില്ലയുടെ നല്ല നല്ല വെറൈറ്റി കളേഴ്സ്. റേറ്റ് 900 1000 ഒക്കെയാണ് അതിൻ്റെ റേറ്റ്. അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ 1-2 കളേഴ്സ് വാങ്ങിയിരുന്നു. യെല്ലോ, വൈറ്റ്, ചെറിയ റേറ്റൊക്കെ 150 രൂപയ്ക്ക് കിട്ടുന്ന. ഇതിനൊക്കെ വലിയ റേറ്റാണ്. പേരൊക്കെ ഉണ്ടോ, റെഡ് ഉള്ളു കട്ട് ചെയ്താൽ നല്ല റെഡ് കളർ. ഇത് മുന്തിരിങ്ങയാണ്, മരത്തിൻ്റെ ശാഖയിലുണ്ടാകുന്ന മുന്തിരിങ്ങ. ബോഗൺവില്ലേൻ്റെ നല്ല അടിപൊളി കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. നടന്നിട്ട് ബോഗൺവില്ല. പിന്നെ ഇതും ആന്തൂറിയത്തിൻ്റെ ഓർക്കിഡിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ 2-3 കളേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കണം. പിന്നെ മിഠായി, നമ്മുടെ പണ്ടത്തെ പഴയകാല മിഠായികൾ നിരത്തി വെച്ചിരിക്കുക. പല മോഡൽ നമ്മുടെ പഴയ ഗതകാല സ്മരണകൾ ഓർമ്മ വരും മിഠായി കാണുമ്പോൾ. കടല മിഠായി, മറ്റേ മിഠായി, തേമ, അങ്ങനെയെല്ലാം കുറേ മിഠായികളുണ്ട്. അടിപൊളിയായിരുന്നു. ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ പോയി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.